പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കനത്ത തിരിച്ചടി. PFI നേതാവിനെതിരെ സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. PFI നേതാവ് IS ആശയങ്ങൾ പ്രചരിപ്പിച്ചു. കരമന അഷ്റഫ് മൗലവിക്കെതിരെയാണ് കോടതിയുടെ നിരീക്ഷണം. വർഗീയ പ്രസംഗങ്ങൾ നടത്തിയെന്നും കോടതി. ഇയാളുടെ ജാമ്യ ഹർജി കോടതി തള്ളി. 2022 സെപ്റ്റംബറിലാണ് അഷ്റഫ് മൗലവിയെ NIA അറസ്റ്റ് ചെയ്തത്. A. ശ്രീനിവാസൻ വധക്കേസിലും പ്രതിയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, PFIക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണം ഇരു തരത്തിലുമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ ഗ്രൂപ്പിന് തുടർച്ചയായി തന്നെ കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ പരമോന്നത നീതിപീഠത്തിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ ചില നിരീക്ഷണങ്ങൾ PFI ഭീകരവാദികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു, അതിൻ്റെ നേതാക്കൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നേരത്തെ തന്നെ PFI ഭീകരവാദ നേതാക്കൾ നേരിട്ട് എങ്ങനെയെല്ലാമാണ് മതഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്നും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയത് എന്നും രാജ്യാന്തര ഭീകരവാദ സംഘടനകളുടെ ഭാഗമായും അവരുടെ ആശയ പ്രചാരകരായും നിഴൽ രൂപങ്ങളായും മാറിയത് എന്നെല്ലാം വ്യക്തമായിരുന്നു. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി NIA കണ്ടെത്തിയ കണ്ടെത്തലുകൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി നിർണായകമായ ഈ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അഷ്റഫ് മൗലവി എന്ന കാര്യമാണ്. മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, PFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് കരമന അഷ്റഫ് മൗലവി. അഷ്റഫ് മൗലവി തുടർച്ചയായി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല IS ആശയങ്ങളുടെ പ്രചാരകനായി മാറി എന്ന കാര്യങ്ങൾ കൂടി ഇവിടെ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് അഷ്റഫ് മൗലവിയുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നത്. 11 പേരായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത്. 11 നേതാക്കൾ സമീപിച്ചു. അവർക്കെല്ലാം എതിരെ കൃത്യമായ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ തുടർന്നിരുന്ന കാലാവധി തുടരുന്നതടക്കം പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ പോലും അഷ്റഫ് മൗലവിയുടെ ജാമ്യം തള്ളിക്കൊണ്ടാണ് സുപ്രധാനമായ കാര്യങ്ങൾ കോടതി പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി PFI മതഭീകരവാദ നേതാക്കൾ താഴേക്കിടയിലേക്കുള്ള മറ്റു പ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നും കൃത്യമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു PFI, അത്തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമായിരുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിയിരുന്നു. അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചതിൻ്റെ ഒരു ഇരയായിരുന്നു A. ശ്രീനിവാസൻ. RSS പ്രവർത്തകനായ പാലക്കാട്ടെ A. ശ്രീനിവാസൻ എന്ന കാര്യം ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ വെളിവാകുകയും ചെയ്തിരുന്നു. കൃത്യമായ ആളുകൾക്കെതിരെ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി കൊലപാതകങ്ങൾ നടത്തുക, ആ കൊലപാതകങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു പട്ടിക തയ്യാറാക്കുക, പട്ടിക തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുൻഗണനാക്രമം പോലും നിശ്ചയിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക, അത് സമാനതകളില്ലാത്ത ക്രൂരതകളോടെ കൊലപ്പെടുത്തുക എന്നതൊക്കെ തന്നെയായിരുന്നു PFIയുടെ രീതികൾ. അത് ഇത്തരത്തിൽ ഭീകരവാദ ഗ്രൂപ്പുകൾ ISIS അടക്കമുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ നടത്തി വന്നിരുന്ന അരുംകൊലകൾക്ക് സമാനമായിട്ട് തന്നെയായിരുന്നു PFIയുടെ ഈ പ്രവർത്തനങ്ങൾ. അതുതന്നെയാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത്, നിരീക്ഷിക്കുന്നത്. IS ആശയങ്ങളുടെ പ്രചാരകനായി മാറിയിരുന്നു അഷ്റഫ് മൗലവി എന്ന് പറയുമ്പോൾ കൃത്യമായി എങ്ങനെയാണ് ആ ഭീകരവാദ ആശയങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി കേരളത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ രാജ്യത്തും കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നതുകൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. മറ്റു നിരവധി ഭീകരവാദി നേതാക്കൾ PFI നിരോധനത്തിന് പിന്നാലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അറസ്റ്റിലായിരുന്നു. NIA റെയ്ഡുകൾ നടത്തിയിരുന്നു, നിരവധി റെയ്ഡുകൾ നടത്തിയിരുന്നു. PFIയുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ അതിൻ്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന, ഭീകരവാദ ആശയ പ്രചാരണങ്ങൾ വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ NIAക്ക് ലഭിച്ചിരുന്നു. ആ അന്വേഷണത്തിൻ്റെ എല്ലാം തുടർച്ചയായുള്ള കണ്ടെത്തലുകൾ കൂടി വ്യക്തമാക്കിയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ PFI ഭീകരവാദികൾ ശ്രമിച്ചിരുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഭീകരവാദികൾക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യവും, ഒപ്പം തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിലെയും ഇതര മതസ്ഥരെയും എല്ലാം PFI ലക്ഷ്യമിട്ടിരുന്നു എന്നെല്ലാം അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ കണ്ടെത്തലുകളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഷ്റഫ് മൗലവിയുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഈ അതിഗൗരവകരമായ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതിൽ
കൃത്യമായി തന്നെ പ്രചാരകരായി മാറിയിരുന്നു ഈ നേതാക്കൾ എന്നത് തന്നെയാണ്. ഭീകരവാദ ആശയങ്ങളുടെ പ്രചാരകരായി മാറിയിരുന്നു. നിരന്തരം വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച തെളിവുകൾ അടക്കം കോടതിയിൽ സമർപ്പിച്ചു. ആ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊന്ന്, IS പോലുള്ള സംഘടനകളുമായി അടുപ്പം സ്ഥാപിക്കുക, അതിൻ്റെ ആശയങ്ങൾ, കാരണം അതിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഭീകരത വ്യാപിപ്പിക്കുക എന്നതാണ്. അത്തരം ആശയങ്ങളുടെ പ്രചാരകരായി ഇവർ മാറിയിരുന്നു എന്നുകൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. KP